കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗപിതാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിഹായേ ദിവ്യാനുഗ്രഹമേകണമേ. ദൈവാത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനമാം ത്രിത്വമേ ദിവ്യാനുഗ്രഹമേകണമേ. കന്യാമേരി വിമലാംബേ, ദൈവകുമാരനുമാതാവേ, രക്ഷകനൂഴിലംബികയേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിതരാം നിർമ്മലമാതാവേ, കറയില്ലാത്തൊരു കന്യകയേ, നേർവഴി കാട്ടും ദീപശിഖേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിത്യമഹോന്നത കന്യകയേ, വിവേകമതിയാം കന്യകയേ, വിശ്രുതയാം സുരകന്യകയേ, പ്രാർത്ഥിക്കണമേ വിശ്വാസത്തിൻ നിറകുടമേ, കാരുണ്യത്തിൻ നിലയനമേ, നീതി വിളങ്ങും ദർപ്പണമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിജ്ഞാനത്തിൻ വേദികയേ, മാനവനുത്സവദായികയേ, ദൈവികമാം പനിനീസുമമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ദാവീദിൻ തിരുഗോപുരമേ, നിർമ്മലദന്ത ഗോപുരമേ, പൊന്നിൻ പൂമണി മന്ദിരമേ, പ്രാർത്ഥിക്കണമേ വാഗ്ദാനത്തിൻ കേടകമേ, സ്വർഗ്ഗലോകത്തിൻ താരകമേ, ഉലകാലത്തിൻ താരകമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. രോഗമില്ലെന്നവരാരോഗ്യം പകരും കരുണാസാഗരമേ, ആദിത്യവനീനാശ്രയമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കേഴുന്നോർക്കു നിരന്തരമായി സാന്ത്വനമരുളും മാതാവേ, ക്രിസ്തുജനത്തിൻ പാലികയേ, പ്രാർത്ഥിക്കണമേ വാനവനിരയുടെ രാജ്ഞി, ഭാവാന്മാരുടെ രാജ്ഞി, ശ്രീമന്മാരുടെ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കന്യകമാരുടെ രാജ്ഞി, വന്ദകനിരയുടെ രാജ്ഞി, രക്താങ്കിതരുടെ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സിദ്ധന്മാരുടെ രാജ്ഞി, ഭാരതസഭയുടെ രാജ്ഞി, അമലോത്ഭവയാം രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി.
സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. ദുർഗന്ധം പേറും ആത്മാവിൽ ഊഹാതൻ ധൂപം നിറയ്ക്കൂ. ഇന്നോളം പാപത്തിൻ ദുർഗന്ധം പേറും ആത്മാവിൽ ഊഹാതൻ ധൂപം നിറയ്ക്കൂ. ഓ ആത്മാവിൽ ഊഹാതൻ ധൂപം നിറയ്ക്കൂ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. നീയേ മാതാവേ, ജീവന്റെ മന്നാനിൻ ഉദരഫലം തന്നെ. ആദ്യത്തെ സക്രാരി നീയേ മാതാവേ, ജീവന്റെ മന്നാനിൻ ഉദരഫലം തന്നെ. ഓ ജീവന്റെ മന്നാനിൻ ഉദരഫലം തന്നെ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. ജ്യോതി സെൻട്രൽ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്നു. അതിന് മുൻപ് പാലാരൂപതയിലെ രാമപുരം സെൻറ്റ് അഗസ്റ്റീനോസ് കോളേജിലെ അധ്യാപികയായിരുന്നു. ഈ തിരുനാളിൻ്റെ സമാപനത്തിലെ ഈ പ്രദക്ഷിണവും ഈ സന്തോഷകരമായ പങ്കുചേരലും ഒക്കെ നമ്മളുടെ തിരുനാളിന് മാറ്റുകൂട്ടിയിരിക്കുകയാണ്. ആഘോഷത്തിനിടയിലും ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് വിശുദ്ധരുടെ രൂപം നമ്മൾ സംവഹിച്ചുകൊണ്ട് നമ്മുടെ ഇടവകയുടെ ഈ അതിർത്തിയായ ഈ പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നു. അത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു അന്തരീക്ഷം നിലനിൽക്കുവാനും തിന്മയുടെ സ്വാധീനം അകന്നു പോകുവാനുമാണ് പ്രദക്ഷിണം നടത്തുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് നമ്മളിവിടെ എത്തിയിരിക്കുന്നു. പ്രസംഗത്തിന് ശേഷം വിശുദ്ധമായ കർമ്മമായ ലതീഞ്ഞ് ആരാധനാ സ്തോത്രം പരിശുദ്ധ അമ്മയ്ക്കും ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും വിശുദ്ധർക്കും നമ്മൾ അർപ്പിക്കും. അതിന് പ്രചോദനം നൽകത്തക്ക വിധത്തിലുള്ള ഈ വചന സന്ദേശം ശ്രദ്ധാപൂർവം നമുക്ക് ശ്രമിക്കാം. സിസ്റ്ററിൻ്റെ പേര് സിസ്റ്റർ പുഷ്പ ജോസ് എസ്. ബഹുമാനപ്പെട്ട വികാരിയച്ഛ, ഏറ്റവും ആദരണീയരായ വൈദികരെ, സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ,
വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ദീപാലങ്കൃതവും വാദ്യസംഗീത ഘോഷങ്ങളാൽ മുഖരിതവുമായ വീഥിയിലൂടെ വിശുദ്ധരുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് ഒരു തീർത്ഥയാത്രയായി നിങ്ങൾ നീങ്ങുകയായിരുന്നു. ഈ ശബ്ദ ഘോഷങ്ങൾക്കിടയിലും നിശബ്ദമായിരുന്ന നിങ്ങളുടെ മനസ്സ് അനുഗ്രഹ പ്രാർത്ഥനയ്ക്കും നന്ദി പ്രകടനത്തിനും ആത്മസമർപ്പണത്തിനും സമയം കണ്ടെത്തുകയായിരുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തിരുനാൾ എന്ന് പറയുന്നത് ഒരു ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഹ്ലാദകരമായ ഒരവസരമാണ്. പ്രത്യേകിച്ച് കാരികുളം ഇടവക പ്ലാറ്റിനം ജൂബിലിയുടെ നിറവിലാണ് താൻ. മുതിർന്നവരും കുട്ടികളുമൊക്കെ വർഷത്തിൽ ഒരിക്കലെത്തുന്ന ഈ തിരുനാളിനെ വളരെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഒരു ഇടവകയിൽ ഒരു കൊച്ചു പെൺകുട്ടി, അവൾക്ക് തിരുനാളിന് ഒരു മാസം മുൻപ് ഒരു പനി പിടിച്ചു. അവൾ മരിച്ചു പോയേക്കുമോ എന്ന് ഭയപ്പെട്ടു. അവൾ ഇപ്രകാരം മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, മരിച്ചാലും കുഴപ്പമില്ല, പെരുന്നാൾ കഴിഞ്ഞിട്ട് എന്നെ മരിക്കാൻ അനുവദിക്കാവൂ. അപ്പോൾ കൊച്ചു കുട്ടികളിലൊക്കെ ഈ തിരുനാൾ എന്തുമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാണ്. തിരുനാൾ ദിവസങ്ങളിൽ നമ്മുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളും ഒത്തുചേരുന്നു. ദേവാലയവും പരിസരവും മനോഹരമായിട്ട് അലങ്കരിക്കുന്നു. എവിടെയും ആനന്ദവും ആഹ്ലാദവും ഉത്സാഹ തിമിർപ്പുമൊക്കെയാണ് കണ്ടുമുട്ടുന്നത്. ഇവിടെ ഇന്നലെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായിട്ട് വളരെ പ്രായമേറിയ 80 വയസ്സുള്ള അമ്മച്ചി പോലും നൃത്ത ചുവടുകൾ താളം തെറ്റാതെ വെക്കുന്നത് കാണാൻ സാധിച്ചു. ഇതിനൊക്കെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ യോസേപ്പിതാവും വിശുദ്ധ സെബസ്ത്യാനോസും ഗീവർഗീസും ഒക്കെയാണ്. നമുക്ക് ഈ നിമിഷം ഈ വിശുദ്ധാത്മാക്കളുടെ മാധ്യസ്ഥ്യം യാചിക്കാം. മൺകുടത്തിന്റെ വില എന്ന് പറയുന്ന ഒരു ആധുനിക കവിതയിൽ കവി ഇപ്രകാരം ഒരു രംഗം ചിത്രീകരിക്കുന്നുണ്ട്. പതിവ് പോലെ വൈകുന്നേരം ഒരു കൊച്ചു പെൺകുട്ടി അവളുടെ ഒക്കത്ത് ഒരു മൺകുടവും വെച്ചുകൊണ്ട് ചെടികൾ നനച്ചും പച്ചക്കറികൾക്ക് വെള്ളമൊഴിച്ചുമൊക്കെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ പിറകിൽ നിന്ന് അമ്മയുടെ ഒരു ചോദ്യം, മോളെ, കടം കൊണ്ട കുടത്തിന്റെ വില ഇന്നും കൊടുത്തില്ലേ നീ? കടം കൊണ്ട കുടത്തിന്റെ വില ഇന്നും കൊടുത്തില്ലേ നീ? അവൾ പറഞ്ഞു, ഇല്ലമ്മേ, ഞാൻ കൊടുത്തില്ല. അപ്പൊ അമ്മ ആ കുടത്തിന്റെ സവിശേഷതകൾ ഇങ്ങനെ അക്കമിട്ട് നിരത്തുകയാണ്. മോളെ, നീ ഈ കുടത്തിൽ വെള്ളം കോരി നനച്ചല്ലേ നിന്റെ മുല്ലയും റോസയും പിച്ചിയും ഒക്കെ പുഷ്പിച്ചത്? ഈ കുടത്തിൽ വെള്ളം കോരി നനച്ചല്ലേ നിന്റെ പാവലും കോവലും മത്തയും ഒക്കെ പുഷ്പിച്ചതും കാതുന്നതും? എന്നിട്ടെന്തേ മോളെ നീ ഈ കുടത്തിന്റെ കടം വീട്ടാത്ത? അവൾ പറഞ്ഞു, അമ്മേ, ഞാൻ ഇന്നലെ കടവിൽ ചെന്ന് കുശവനെ വിളിച്ചിട്ട് വിളി കേൾക്കാത്ത കുശവന് ഞാൻ എങ്ങനെ കടം വീട്ടും? അമ്മ പറഞ്ഞു, മോളെ, കടം വാങ്ങിയാൽ വീട്ടണം. ഇത് നീ കടം കൊണ്ട കുടമാണ്. മാത്രമല്ല, ഇതൊരു മൺകുടമാണ്. ഇത് താണ വീണാൽ ഉടയും. ഇത് വീടുടഞ്ഞാൽ ഈ കുടത്തിന്റെ കടം ആര് വീട്ടും? അതുകൊണ്ട് വീടുടയുന്നതിന് മുൻപ് ഈ കുടത്തിന്റെ കടം നീ വീട്ടണം. സ്നേഹമുള്ളവരെ, കവി ഇവിടെ വിവക്ഷിക്കുന്നത് കേവലം ഒരു കുടമല്ല, മറിച്ച് നമ്മുടെയൊക്കെ ശരീരമാകുന്ന, ജീവിതമാകുന്ന, കുടുംബമാകുന്ന കുടങ്ങളാണ്. ഈ കുടങ്ങൾ വീടുടയുന്നതിന് മുൻപ് ഇതിന്റെ സൃഷ്ടാവായ ദൈവത്തോടുള്ള കടം വീട്ടുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നാണ് കവി സൂചിപ്പിക്കുന്നത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞിട്ടുള്ള അനവധി നന്മകൾ, കഴിവ്, ആരോഗ്യം, സമ്പത്ത്, സാഹചര്യങ്ങൾ, കുടുംബം, ഇതെല്ലാം ദൈവം നമുക്ക് തന്നിട്ടുള്ളതാണ്. കനത്ത കനൽ വഴികളിൽ കാത്തുനിന്ന കർത്താവിനെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതിനൊക്കെ ഫലം പുറപ്പെടുവിക്കേണ്ടവരാണ്, ദൈവത്തോട് ഉള്ള കടം നമ്മൾ വീട്ടേണ്ടവരാണ് എന്നുള്ള വലിയ ഒരു ബോധ്യപ്പെടുത്തലാണ് സത്യത്തില് ഓരോ തിരുനാളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. വിശുദ്ധാത്മാക്കളെല്ലാം ദൈവത്തോടുള്ള കടം വീട്ടിയവരാണ്. ദൈവം നൽകിയ നന്മകൾക്ക് ആനുപാതികമായിട്ട് ഫലം പുറപ്പെടുവിച്ചവരാണ് എല്ലാ വിശുദ്ധാത്മാക്കളും. അവരെപ്രകാരമാണ് ഫലം പുറപ്പെടുവിച്ചതെന്നുള്ളതാണ്. എല്ലാവരും ദൈവത്തിന് വിശ്വസിക്കാൻ കൊള്ളാവുന്നവരായി ജീവിച്ചു എന്നുള്ളതാണ് വിശുദ്ധാത്മാക്കളുടെ പ്രത്യേകത. ദൈവത്തിന് വിശ്വസിക്കാൻ കൊള്ളാവുന്നവരായി ജീവിച്ചു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, കർത്താവ് യേശു മിശിഹായുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട ജനം കർത്താവിൽ വിശ്വസിച്ചു.
പക്ഷേ സകല മനുഷ്യരെയും അറിഞ്ഞിരുന്ന യേശു അവരിൽ വിശ്വാസം അർപ്പിച്ചില്ല. കർത്താവിനുള്ള നമ്മുടെ വിശ്വാസത്തെക്കാൾ എത്രയോ തീവ്രമാണ് കർത്താവിന് നമ്മിലുള്ള വിശ്വാസം, ദൈവത്തിന് നമ്മിലുള്ള വിശ്വാസം. ഈ വിശുദ്ധാത്മാക്കളെല്ലാം ദൈവത്തിന് വിശ്വസിക്കാൻ കൊള്ളാവുന്നവരായി ജീവിച്ചു എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. രക്തസാക്ഷികളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സഭയുടെ ആരംഭ നൂറ്റാണ്ടിന് രക്തസാക്ഷിത്വത്തിന്റെയും മതപീഡനത്തിന്റെയും നീണ്ട ചരിത്രമുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ റോമാ സാമ്രാജ്യം മുഴുവനും ക്രിസ്തു മതത്തിന് എതിരായിരുന്നു. നീറോ ചക്രവർത്തിയും ഡയക്ലീഷ്യൻ ചക്രവർത്തിയും ഒക്കെ ക്രിസ്ത്യാനികളെ ക്രൂരമായി പീഡിപ്പിച്ചവരാണ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്താണ് ഈ മതപീഡനത്തിന് ഒരു വിരാമമിടുന്നത്. AD 325 നടന്ന നിക്യാ സുനഹദോസിൽ പങ്കെടുത്ത പല ബിഷപ്പുമാരുടെയും കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെട്ടതായിരുന്നു. പലരുടെയും കൈകാലുകൾ വെട്ടി മാറ്റപ്പെട്ടതായിരുന്നു. നമുക്കറിയാം, AD 325 കൂടിയ നിക്യാ സുനഹദോസിന്റെ 1700-ാം വാർഷികം കൂടിയാണ് ഈ 2025. അപ്പൊ സഭ ആരംഭകാലത്തും അന്നും ഇന്നും ഈ രക്തസാക്ഷികളെ ഏറെ മതിപ്പോടെ കാണുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ ഇടവക വിശുദ്ധ സെബസ്ത്യാനോസിനെയും വിശുദ്ധ ഗീവർഗീസിനെയും പ്രത്യേകമായിട്ട് സ്മരിക്കുകയും വർഷം തോറും അവരുടെ തിരുനാളുകൾ നമ്മൾ ആഘോഷിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവർഷം 3-ാം നൂറ്റാണ്ടില് ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ അംഗരക്ഷ സേനയിലെ അംഗമായിരുന്നു വിശുദ്ധ സെബസ്ത്യാനോസ്. തനിക്ക് കിട്ടിയ പൈതൃകമായി ലഭിച്ച പണം മുഴുവനും അദ്ദേഹം ക്രിസ്ത്യാനികളായ തടവുകാരെ സഹായിക്കാം എന്നുള്ള വലിയൊരു പ്രതീക്ഷയാണ് ഈ അംഗരക്ഷ സേനയിൽ തുടരാൻ തന്നെ വിശുദ്ധ സെബസ്ത്യാനോസിനെ പ്രേരിപ്പിച്ചത്. അവരൊക്കെ രഹസ്യമായിട്ട് ഭക്ഷണം എത്തിച്ചു കൊടുത്തും വൈദ്യസഹായം എത്തിച്ചു കൊടുത്തും തൻ്റെ മതാത്മക ജീവിതം പ്രയോജനീകരിപ്പിച്ചു എന്നുള്ളതാണ് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ പ്രത്യേകത. അദ്ദേഹം ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ചക്രവർത്തി ശ്രമിച്ചപ്പോൾ വേണമെങ്കിൽ സെബസ്ത്യാനോസിന് അതിൽ നിന്ന് പിന്മാറിയാൽ ഉന്നത ജോലി കരസ്ഥമാക്കാമായിരുന്നു, ഉയർന്ന പദവിയിൽ എത്തിച്ചേരാമായിരുന്നു. പക്ഷെ സെബസ്ത്യാനോസ് അതിന് തയ്യാറായില്ല. ചക്രവർത്തി കണ്ടെത്തിയ 2 കുറ്റം: അദ്ദേഹം ക്രിസ്ത്യാനിയാണെന്നുള്ള കാര്യം മറച്ചുവെച്ചു, മറ്റുള്ളവരെ ക്രിസ്ത്യാനികളാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ചക്രവർത്തി ഇദ്ദേഹത്തെ അമ്പെയ്ത് കൊല്ലാൻ ആജ്ഞാപിക്കുകയാണ്. ദേഹമാസകല വസ്ത്രപാതമേറ്റ് ചോര ഒലിച്ച നമ്മുടെ സെബസ്ത്യാനോസ് മരിച്ചു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന് വിശ്വസിച്ച പട്ടാളക്കാര് പിന്തിരിയുകയാണ്. എന്നാൽ അദ്ദേഹത്തോട് സ്നേഹമുള്ള വിശ്വാസികള് ഈ സെബസ്ത്യാനോസിനെ കൊണ്ടുപോയി ശുശ്രൂഷിച്ച് പൂർണ്ണ ആരോഗ്യത്തിലെത്തിക്കുകയാണ്. അപ്പോൾ വേണമെങ്കിലും സെബസ്ത്യാനോസിന് ഒളിവിൽ കഴിയാമായിരുന്നു, അല്ലെങ്കിൽ ഒളിച്ച് ജീവിക്കാമായിരുന്നു. ചെയ്തില്ല. അദ്ദേഹം AD 288 കൊട്ടാരത്തിന്റെ മുറ്റത്ത് പ്രത്യക്ഷപ്പെടുകയാണ്. രാജാവ് കണ്ട് ഭയം പൂണ്ടിട്ട് ദേഹമാസകല വസ്ത്രപാതമേറ്റ് ചോരയൊലിച്ച സെബസ്ത്യാനോസ് ആണോ തന്റെ മുമ്പിൽ നിൽക്കുന്നത്, അതോ അദ്ദേഹത്തിന്റെ മായാരൂപമോ? അദ്ദേഹം ഞെട്ടിവിറച്ചു. സെബസ്ത്യാനോസ് കൈ ചൂണ്ടി ചക്രവർത്തി നേരെ ചോദിച്ചു, നിർദോഷികളായ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതും നിഷ്ഠൂരമായി വധിക്കുന്നതും കുറ്റകരമാണ്. രാജാവ് പറഞ്ഞു, ഇവരെ ഗദ കൊണ്ട് അടിച്ചു കൊല്ലുക. അപ്പോൾ തന്നെ അടിയേറ്റു. സെബസ്ത്യാനോസ് മരണപ്പെട്ടു. സ്വർഗം സെബസ്ത്യാനോസിനായിട്ട് തുറക്കപ്പെടുകയും ചെയ്തു. ദൈവത്തിന് വിശ്വസിക്കാൻ കൊള്ളാവുന്ന വ്യക്തിയായി സെബസ്ത്യാനോസ് മാറി എന്നുള്ളതാണ്. വീണ്ടും കേവലം 15 വർഷം കഴിയുമ്പോൾ AD 303 ഗീവർഗീസ് ശിരച്ഛേദം സംഭവിച്ച് മരണപ്പെടുന്നത്. അദ്ദേഹവും ക്രിസ്തുമതം ഉപേക്ഷിക്കായികയാലാണ് ഡയക്ലീഷ്യൻ ചക്രവർത്തി അദ്ദേഹത്തെയും കൊല്ലാൻ തീരുമാനിക്കുന്നത്. തിന്മയ്ക്കെതിരെ അദ്ദേഹം പടവെട്ടിയതിന്റെ ജയിച്ചതിന്റെ ഒരു പ്രതീകമാണ് അദ്ദേഹത്തിന്റെ കുതിരയുടെ കാലിന്റെ കീഴിൽ അമർന്നു കിടക്കുന്ന സർപ്പം. അതോടൊപ്പം തന്നെ 12-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ ഇറ്റാലിയൻ ഒരു ഐതിഹ്യമാണ് വിവാഹിലെ പെൺകുട്ടിയെ അദ്ദേഹം രക്ഷിച്ചു എന്നുള്ളത്. ഈ 2 രക്തസാക്ഷികളും ദൈവത്തിന് വിശ്വസിക്കാൻ കൊള്ളാവുന്നവരായി ജീവിച്ചു എന്നുള്ളതാണ്. നമ്മൾ ഓർക്കുമ്പോൾ 10,000-കണക്കിന് ആളുകൾ വിശ്വാസത്തെ പ്രതി, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി രക്തസാക്ഷിത്വം വരിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം പ്രതിനിധികളായിട്ട് വേണം നമുക്ക് വിശുദ്ധ സെബസ്ത്യാനോസിനെയും വിശുദ്ധ ഗീവർഗീസിനെയും കാണുക. എന്താണ് അവരുടെ രക്തസാക്ഷിത്വത്തിന്റെ പിന്നിലുണ്ടായിരുന്ന ചേതോവികാരം? കർത്താവ് യേശു മിശിഹായോടുള്ള സ്നേഹബന്ധമായിരുന്നു. എന്തുമാത്രം സൗഹാർദ്ദം പുലർത്താൻ സാധിച്ചു, കർത്താവിനെ എന്തുമാത്രം സ്നേഹിച്ചു. വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ, ആര് എന്നെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റി നിർത്തും? പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഒന്നിനും എന്നെ കർത്താവിന് അകറ്റി നിർത്താൻ പറ്റില്ല.
ഈ ഒരു വലിയ ബന്ധമാണ് രക്തസാക്ഷിത്വത്തിന്റെ പിന്നിലുണ്ടായിരുന്നത്. കർത്താവ് തന്നെ പറയുന്നുണ്ട്, സഹോദരന് വേണ്ടി ജീവൻ ബലി കഴിക്കാൻ തയ്യാറാകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. നമുക്കറിയാം, ഒരാൾ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ജീവനാണ്. അപ്പൊ ജീവൻ കൊടുക്കാൻ മാത്രം ധൈര്യവും വിശ്വാസവും ആത്മാർത്ഥതയും ഒക്കെ ഈ രക്തസാക്ഷികൾ കാണിച്ചു എന്നുള്ളതാണ്. ഈ രക്തസാക്ഷികളുടെ ചുടുനിണമേറ്റ് നനവാർന്ന മണ്ണിലാണ് സഭ ഉണ്ടായതും വളർന്നതും നമ്മൾ നിൽക്കുന്നതും. രക്തസാക്ഷികളായില്ലെങ്കിലും വിശുദ്ധ ജീവിതത്തിന്റെ അരികത്താണ് നമ്മൾ നിൽക്കുന്നത്. സത്യത്തിന് നേരെ കണ്ണടയ്ക്കാതിരുന്നാൽ, സങ്കടങ്ങൾക്ക് നേരെ കാതടയ്ക്കാതിരുന്നാൽ, സഹായങ്ങൾക്ക് നേരെ കരം വലിക്കാതിരുന്നാൽ, സഹനങ്ങൾക്ക് നേരെ കാലിടാതിരുന്നാൽ നമ്മൾ വിശുദ്ധ ജീവിതത്തോട് അടുക്കുകയാണ്. നമ്മൾ കണ്ണു തുറന്ന് ചുറ്റും നോക്കുക. നമ്മുടെയൊക്കെ ചുറ്റും തീ നരകങ്ങളുണ്ട്. വേദനയുടെ, കഷ്ടപ്പാടിന്റെ, മദ്യപാനത്തിന്റെ, പീഡനത്തിന്റെ, ഒറ്റപ്പെടുത്തലിന്റെ ഒക്കെ തീ നരകങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവിടേക്കൊക്കെ ആശ്വാസത്തിന്റെ വെള്ളമൊഴിക്കാൻ തയ്യാറാകുന്നവർക്ക് മാത്രമേ ഈ തീ നരകങ്ങൾ തല്ലിക്കെടുത്താൻ സാധിക്കുകയുള്ളൂ. മൊറോക്കോ ദ്വീപ് കുഷ്ഠരോഗത്തിന്റെ തീ നരകമായപ്പോൾ ഫാദർ ഡാമിയൻ അവിടേക്ക് ഇറങ്ങി അദ്ദേഹത്തിന് അത് കുഷ്ഠരോഗം നൽകി. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറിയ സിസ്റ്റർ റാണി മരിയായ്ക്ക് രക്തസാക്ഷിത്വം നൽകി. നമ്മൾ ഈ തീച്ചൂളകൾ തേടി ഒരുപാട് ദൂരേക്കൊന്നും പോകണ്ട. നമ്മുടെയൊക്കെ കുടുംബങ്ങളില്, നമ്മുടെയൊക്കെ സമൂഹങ്ങളില്, നമ്മുടെയൊക്കെ അയൽപക്കങ്ങളില് ഈ തീച്ചൂള കാണാൻ പറ്റും. സ്നേഹം ലഭിക്കാത്ത വൃദ്ധരായ മാതാപിതാക്കളുണ്ട്. പരസ്പര ധാരണയില്ലാതെ ജീവിക്കുന്ന ദമ്പതികളുണ്ട്. സ്നേഹം ലഭിക്കാത്ത മാതാപിതാക്കൾ, സ്നേഹം കൊടുക്കാത്ത മാതാപിതാക്കൾ. ഇവിടെയൊക്കെ ആശ്വാസത്തിന്റെ, സ്നേഹത്തിന്റെ വെള്ളമൊഴിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മളും വിശുദ്ധ ജീവിതത്തിന്റെ പന്ഥാവിലാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ഉറക്കെ പറയുകയും ചെയ്യും. ഈ പെരുമ്പടം ശ്രീധരന്റെ ഒരു മഴനിലാവെന്ന് പറയുന്ന ഒരു നോവലുണ്ട്. അതില് ഈ കുറവുകളുടെ മധ്യം നിന്നുകൊണ്ട് പരമാനന്ദ യോഗി എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഇപ്രകാരം ഒരു സത്യം വിളിച്ചു പറയുന്നുണ്ട്. നമ്മൾ വിഷമിക്കുന്നവർക്ക് കൊടുക്കുന്നതാണ് ലാഭം. ചിലവഴിക്കുന്നത് തിരിച്ചു കിട്ടില്ല. വിഷമിക്കുന്നവർക്ക് കൊടുത്താൽ അത് ലാഭമാണ്, നമുക്ക് തിരികെ കിട്ടും. നെല്ലിന് നെല്ലായിരിക്കുകയില്ല, പണത്തിന് പണമായിരിക്കുകയില്ല. ആർക്കാണോ കൊടുക്കുന്നത് അവരിൽ നിന്നായിരിക്കുകയില്ല കിട്ടുന്നത്, മറ്റൊരാളിൽ നിന്ന്, ഒരിക്കൽ പോലും അറിയുകയോ കാണുകയോ ചെയ്യാത്ത ഒരാളിൽ നിന്ന് കൊടുക്കുക, നിങ്ങൾക്ക് തിരികെ കിട്ടും. ഈ ധീര വിശുദ്ധാത്മാക്കൾ തങ്ങളുടെ ജീവൻ കൊടുത്തു, അവര് തിരികെ മോക്ഷം പ്രാപിച്ചു. ഈ ധീര വിശുദ്ധാത്മാക്കളെക്കാൾ, ഈ രക്തസാക്ഷികളെക്കാൾ സഭ ഏറെ ആദരിക്കുന്നതും കർത്താവ് ഈശോ മിശിഹായുടെ രക്ഷണീയ കർമ്മത്തിൽ പങ്കെടുത്തവരുമാണ് പരിശുദ്ധ മറിയവും വിശുദ്ധ യോസേപ്പ് പിതാവും. നന്മ നിറഞ്ഞ മറിയത്തിനും നീതിമാനായ യോസേപ്പിനുമാണ് ദൈവം തൻ്റെ പുത്രനെ വളർത്താനായിട്ട് ഫലമേൽപ്പിച്ചത്. അദ്ദേഹം നീതിമാനായിരുന്നു, വിശ്വാസ സംരക്ഷകനായിരുന്നു. കർത്താവിൻ്റെ അരുളപ്പാടോടും നിർദ്ദേശങ്ങളോടും 100% വിശ്വസ്തത പുലർത്തി. നീതിമാന്മാരായ മാതാപിതാക്കൾക്ക് ഉറപ്പായും ഹൃദയശുദ്ധിയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകും. അവരെ ഹൃദയശുദ്ധിയോടെ വളർത്തുവാനും സാധിക്കും. യോസേപ്പിനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റിയ ഹൃദയമുള്ളവനായിരുന്നു യോസേപ്പ് പിതാവ്. നമുക്കറിയാം, ഇന്ന് സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്, എത്രയോ പുരുഷന്മാരുണ്ട്. വിശ്വസിക്കുക, മറ്റുള്ളവരെ മനസ്സിലാക്കുക. ദൈവത്തിന് നമ്മെ വിശ്വസിക്കാമെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മെ വിശ്വസിക്കാം എന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുക. വിശുദ്ധ ഗ്രന്ഥത്തില് ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്. എലിസബത്ത് സംസാരിക്കുന്നു, സക്രിയ സംസാരിക്കുന്നു, ശിഷ്യന്മാര് സംസാരിക്കുന്നു, മേരി സംസാരിക്കുന്നു. പക്ഷേ ഈ യോസേപ്പ് പിതാവിന്റെ ഒരു ശബ്ദവും നമ്മൾ ബൈബിളിൽ കാണുന്നില്ല. പക്ഷേ ഏറെ ദൂരം യോസേപ്പ് പിതാവ് സഞ്ചരിക്കുന്നുണ്ട്, വളരെ നിശബ്ദനായി സഞ്ചരിക്കുന്നുണ്ട്. തന്നെ ഏൽപ്പിച്ച തിരുക്കുടുംബത്തെ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ, ഉത്തരവാദിത്വപൂർണമായ പിതൃത്വത്തോടെ യോസേപ്പ് പിതാവ് സംരക്ഷിക്കുന്നുണ്ട്. ഓരോ പിതാവിനും ഈ ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്, തന്നെ ഫലമേൽപ്പിച്ച കുടുംബത്തെ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ സംരക്ഷിക്കാൻ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും, ഓരോ പിതാക്കന്മാരും ഓരോ യോസേപ്പ് പിതാവുമാരായി മാറുകയാണ്. രക്ഷണീയ ചരിത്രത്തില് മാതാവ് കഴിഞ്ഞാൽ യോസേപ്പ് പിതാവിനാണ് കൂടുതൽ സ്ഥാനമുള്ളത്. അപ്പം നമ്മുടെ കുടുംബത്തിലും ഈ ഒരു സ്ഥാനം
ഈ ഒരു സംരക്ഷണം ഭാര്യയ്ക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും കൊടുക്കാൻ ബാധ്യസ്ഥനാണ് ഓരോ പിതാവ്. നമുക്കറിയാം, നമ്മളൊരു തൈ നടുകയാണെങ്കിൽ നടുമ്പോൾ തന്നെ അതിനെ നമ്മൾ വേലി കെട്ടും. മറ്റ് മൃഗങ്ങൾ അതിനെ കടിച്ചു ചിന്തി കളയാതിരിക്കാനും അത് കിടന്ന് വീണു പോകാതിരിക്കാനും ഒക്കെ ഒരു സംരക്ഷണം. അത് വളർന്നു കഴിയുമ്പോൾ ഒരാന പിടിച്ചാൽ പോലും പോവില്ല എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ കൊടുക്കേണ്ട സമയത്ത് നമ്മൾ സംരക്ഷണം കൊടുത്താൽ കുഞ്ഞുങ്ങൾ വിശ്വാസ ദാർഢ്യത്തിലും സ്നേഹത്തിലും ഈശ്വര ഭക്തിയിലും വളരും എന്നതിൻ്റെ ഒരു സൂചനയാണ്. കർത്താവ് ഈശോ മിശിഹായുടെ രക്ഷാകര കർമ്മത്തിൽ പങ്കെടുത്ത് കൂടെ നിന്ന പരിശുദ്ധ അമ്മ, നമ്മുടെ കാരികുളം ഇടവകയുടെ മധ്യസ്ഥ ഫാത്തിമ മാതാവ്, നമ്മൾ റാണി എന്ന് പറയാറുണ്ട്. പൂക്കളുടെ റാണി, നക്ഷത്രങ്ങളുടെ റാണി എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും മികച്ചതിനെയാണ് നമ്മൾ റാണി എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നത്. ഇപ്പം മറിയത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞിയാണ്, റാണിയാണ്. പിതാവായ അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ് തുടങ്ങിയ പൂർവ്വപിതാക്കന്മാർ, അതുപോലെ ദീർഘദർശികൾ, സ്നേഹന്മാർ, സർവ്വരക്തസാക്ഷികൾ, ഇവരുടെ എല്ലാം രാജ്ഞിയാണ് മറിയം. എന്ത് പറഞ്ഞാലും എത്ര പറഞ്ഞാലും ചുരുക്കത്തിൽ മറിയം ഈശോയുടെ അമ്മയാണ് എന്നതാണ് വസ്തുത. പിന്നീട് നാം കാണുന്ന വിവിധ കാലഘട്ടങ്ങളിലും പല പ്രദേശങ്ങളിലും മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലാണ്. ഇതില് ഫ്രാൻസില് ലൂർദിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. അവിടെ ലൂർദ് മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നു. തെക്കേ അമേരിക്കയിലെ ഗാഡലുപ്പയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. അവിടെ ഗാഡലുപ്പ മാതാവ് എന്നറിയപ്പെടുന്നു. നമ്മുടെ ഭാരതത്തിലെ മാതാവ് പ്രത്യക്ഷപ്പെട്ടതല്ലെങ്കിലും തീർത്ഥാടന കേന്ദ്രമായിട്ട് നമ്മൾ വേളാങ്കണ്ണി അറിയപ്പെടുന്നു. അപ്പോൾ ഉത്ഭവത്തിലെ പരിശുദ്ധിയായതുകൊണ്ട് അമലോത്ഭവ മാതാവ് നമ്മൾ പറയുന്നു. ഇവിടെ ഹൃദയം പരിശുദ്ധമായതുകൊണ്ട് വിമലാംബിക എന്ന് പറയുന്നു. ഇതെല്ലാം മറിയത്തിൻ്റെ കൃപകളുടെയും യോഗ്യതയുടെയും വിവിധ പേരുകളായിട്ട് നമ്മളിതിനെ കണ്ടാൽ മതി. ഇവിടെ നമ്മുടെ ഇടവക നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ഫാത്തിമ മാതാവിനെയാണ്. 1917 മെയ് 13 ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെടുന്നു. മാത്രമല്ല നമ്മുടെ ഇടവക ജനിച്ചത് 1950. അന്ന് കേരളത്തിലുടനീളം ഫാത്തിമ മാതാവിൻ്റെ രൂപം വളരെ ആഘോഷത്തോടെ ഭക്തിപൂർവ്വം നമ്മൾ കൊണ്ടുനടക്കുകയുണ്ടായി. ഫാത്തിമയിലെ സന്ദേശം പ്രചരിപ്പിക്കുക. സത്യത്തിലെ കാരികുളം ഇടവക, ഇന്നലെ ബഹുമാനപ്പെട്ട ഇരുപതാധ്യക്ഷൻ സൂചിപ്പിച്ചത് ഞാൻ കേട്ടത്, നന്മ നിറഞ്ഞ മനുഷ്യരുടെ ഒരു കേന്ദ്രമാണ് കാരികുളം ഇടവക. അപ്പൊ തീർച്ചയായും ഞങ്ങളുടെ പൂർവികരായ മാതാപിതാക്കളും അന്നത്തെ ബഹുമാനപ്പെട്ട വൈദികരുമൊക്കെ ആ തക്ക സമയം നോക്കി ഇടവകയ്ക്ക് ഫാത്തിമ മാതാവ് അല്ലെങ്കിൽ ഫാത്തിമ ചർച്ച് എന്ന് പേര് നൽകുകയുണ്ടായി. അപ്പൊ തീർച്ചയായിട്ടും ഫാത്തിമ മാതാവിനോട് നമുക്ക് അകദൈവമായൊരു ഭക്തിയുണ്ട്. ഈ മാതാവ് പ്രത്യക്ഷപ്പെടുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1-ാം ലോകമഹായുദ്ധം തുടങ്ങിയിട്ട് 3 വർഷമായി 1000-കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്നു. റഷ്യയിലെ വ്ളാഡിമിർ ലെനിന്റെ നേതൃത്വത്തിൽ നിരീശ്വര മതവിരുദ്ധ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സമയത്താണ് ദൈവത്തിന്റെ ഇടപെടലുകൾ ഉണ്ടായത്. കേവലം നിരക്ഷരരായിരുന്ന 11, 9, 7 വയസ്സുള്ള ലൂസി, ഫ്രാൻസിസ്, ജസീന്ത എന്നീ കുട്ടികൾക്കാണ്, ഇടയ കുഞ്ഞുങ്ങൾക്കാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. അതിനു മുൻപ് ദൈവദൂതൻ അവർ പ്രത്യക്ഷപ്പെട്ടു, അവരെ പ്രാർത്ഥനാപൂർവ്വം ഒരുക്കി. അതിനു മുൻപ് അവരുടെ സ്വന്തം അമ്മ അവരെ ജപമാലയിൽ വിളിച്ചും സുഹൃദീപങ്ങൾ പഠിപ്പിച്ചും അവരെ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലാണ് ഈ കുഞ്ഞുങ്ങൾ ആടുകളെ മേയിച്ച് നടന്നിരുന്നത്. ദൈവദൂതൻ ലോക്കുമരത്തിന്റെ അണയിൽ അവർ പ്രത്യക്ഷപ്പെടുന്നു. ഈ ഒരു പ്രത്യക്ഷപ്പെടലുകളെല്ലാം അമ്മയെ ദർശിക്കുവാനുള്ള യോഗ്യത ആ കുഞ്ഞുങ്ങൾക്ക് നൽകുകയാണ്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് അവരോട് പറയുന്നു, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ജപമാല മുടങ്ങാതെ ചൊല്ലണം, അതുപോലെ രക്ഷയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. വീണ്ടും ഒരു 9 മാസം ഈ 13-ാം തീയതികളിൽ മാതാവ് ഇവർക്ക് പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ നമ്മൾ ഫാത്തിമയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മറ്റു വലിയൊരു സംഭവം കൂടിയുണ്ട്. 1981 വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയുടെ നേർക്ക് അലി അബ്കായി എന്ന് പറയുന്ന ഒരു ഭീകരൻ വെടി ഉതിർത്തു. സത്യത്തിന് അദ്ദേഹമാണ് വെടിവെച്ചതെങ്കിലും അതിന്റെ ഗതിയെ നിയന്ത്രിച്ചത് പരിശുദ്ധ അമ്മയാണ്, ഫാത്തിമയിലെ മാതാവ് തന്നെയാണ്. കാരണം ജോൺ പോൾ മാർപ്പാപ്പ വലിയ ഭക്തനായിരുന്നു, വലിയ ജപമാല ഭക്തനായിരുന്നു. ഫാത്തിമയിലെ മാതാവിനോട് അങ്ങേയറ്റം ആത്മാർത്ഥതയും വിശ്വസ്തതയും സ്നേഹവും ഭക്തിയും പുലർത്തിയിരുന്ന ഒരു മാർപ്പാപ്പയാണ്. ഈ ഓർമ്മയിൽ ഫാത്തിമ മാതാവിൻ്റെ പള്ളിയിലെ ഇടവാംഗങ്ങൾ എന്ന നിലയ്ക്ക് നിങ്ങളുടെ ഓരോ കുടുംബവും ജപമാലയിൽ ഏറെ ഭക്തിയുള്ളവരാണ്, എന്നും ജപമാല ചൊല്ലുന്നവരാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്.
കാരണം മറ്റേതൊരു ശക്തിയേക്കാൾ കൂടുതൽ തീവ്രമായ ഒരു വെടിയുണ്ടയേക്കാൾ ശക്തിയാണ് ജപമാലയ്ക്കുള്ളത്. കർത്തൃസന്നിധിയിൽ എത്തിച്ചേരുക. പിന്നേ ദിവസം ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അമ്മയുടെ മക്കൾ എന്ന നിലയ്ക്ക് കാര്യകുളം ഇടവക അംഗങ്ങൾക്ക് ഏറെ അഭിമാനിക്കാൻ സാധിക്കും. അമ്മയെപ്പോലെ മക്കളെ വളർത്താൻ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. 12-ാം വയസ്സിൽ ഈശോയെ കാണാതാകുമ്പോൾ ദേവാലയത്തിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ മറിയം പറയുന്ന ഒരു വാചകമുണ്ട്, മോനെ നീ എന്തേ ഇങ്ങനെ ചെയ്തത്? നിന്റെ പിതാവും ഞാനും ഏറെ ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിച്ചു. ഇതാണ് ഒരു അമ്മയ്ക്കുണ്ടായിരിക്കേണ്ട ഭാവം. മക്കള് വഴിതെറ്റിയാൽ വഴിമാറിപ്പോയാൽ എന്തേ നീ ഇങ്ങനെ ചെയ്തു? നിന്റെ പിതാവും ഞാൻ, വേണമെങ്കിൽ മാതാവിന് ഞാനും വളർത്തു പിതാവ് എന്നാണ് പറയാമായിരുന്നു. പക്ഷേ അവിടെയും ഭാര്യ എന്ന നിലയ്ക്ക് മാതാവ് ഭർത്താവിന് വേണ്ട ബഹുമാനം കൊടുക്കുകയാണ്. ആ ഒരു വാക്കിൽ പോലും ഞാൻ ഇപ്പോൾ ഓർക്കാറുണ്ട്. എൻ്റെ സ്കൂളിൽ പേരൻസ് വന്നിരുന്നാൽ സാധാരണ അമ്മമാരാണ് സംസാരിക്കുന്നത്, അപ്പന്മാര് വളരെ നിശബ്ദരാണ്. അപ്പോൾ അമ്മ പറയുന്ന വാക്കാണ് എൻ്റെ കുഞ്ഞ്. അപ്പം ഞാൻ ഉള്ളിൽ ഓർക്കാറുണ്ട്, ഇത് എൻ്റെ കുഞ്ഞ് മാത്രമാണോ? എന്താണല്ലോ മാതാവിൻ്റെ ആ ഒരു ഭാവത്തിൽ നമ്മൾ കാണുന്നത്, നിന്റെ പിതാവും ഞാനും എന്തുമാത്രം ഉത്കണ്ഠയോടെയാണ് നിന്നെ തിരഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യം ചോദിക്കാൻ ഏതൊരു അപ്പനാണ്, ഏതൊരു അമ്മയ്ക്കാണെന്ന് ധൈര്യം? കുട്ടികളെ സാധാരണഗതിയിലെ കൊച്ചു കുട്ടികൾ പോലും വന്ന് നിന്ന് മാതാപിതാക്കളെ കുറിച്ച് വളരെ മോശമായിട്ട് ധിക്കാരമായിട്ട് സംസാരിക്കാം. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ നീ എന്താ ഇങ്ങനെ അമ്മയോട് സംസാരിക്കുന്നത്? മാറിക്കഴിഞ്ഞപ്പോൾ അമ്മ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. അപ്പം എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഞാൻ പറഞ്ഞ കൊച്ച് അപ്പോഴങ്ങ് മാറിപ്പോക്കണം. അപ്പം പറഞ്ഞു, അതെങ്ങനെയാ മാറിപ്പോകുമ്പോൾ അടച്ചുകൊണ്ട് പുറകെ വരികയില്ലേ? 3-ൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഭാവമാണ് ഞാൻ പറയുന്നത്. നമ്മുടെയൊക്കെ കുടുംബത്തിലെ അവിശുദ്ധമായ ബന്ധങ്ങളും ക്രമരഹിതമായ ഇടപാടുകളും മൂർച്ചയേറെ വാഗ്വാദങ്ങളൊക്കെ സമാധാനക്കേടുമൊക്കെ കുട്ടികളെ ഒരു തെറ്റായ പ്രവണതയിലേക്ക് നയിക്കാം. അപ്പോഴാണ് ഓർക്കേണ്ടത്, പരിശുദ്ധ അമ്മ ചെറുപ്പത്തിലെ ഈശോ മിശിഹായ്ക്ക് തയ്ച്ചു കൊടുത്ത ഉടുപ്പ് ഈശോ വളർന്നതനുസരിച്ച് വളർന്നുകൊണ്ടേയിരുന്നു എന്ന് പറയുന്നു. നമ്മൾ വിചാരിക്കരുത് തൊട്ടടുത്ത ജൗളിക്കടയിൽ വാങ്ങുന്ന ഉടുപ്പാണെന്ന് വിചാരിക്കരുത്. അമ്മ തയ്ച്ചു കൊടുത്ത ഉടുപ്പ് സത്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, വിട്ടുവീഴ്ചയുടെ, പരസ്പര ധാരണയുടെ ഉടുപ്പായിരുന്നു. അത് യേശു വളർന്നതനുസരിച്ച് യേശുവിനോടൊപ്പം വളർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ വളരെ ചെറുപ്പത്തിലെ തന്നെ നമ്മുടെ കുടുംബങ്ങൾ മൂല്യങ്ങളുടെ, നന്മകളുടെ വിളനിലമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ വിശ്വാസദാർഢ്യമുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ കരങ്ങളിലൂടെ കടന്നു പോവുകയുള്ളൂ. 23-ാം PS മാർപ്പാപ്പ പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ കർത്താവിൻ്റെ സ്വരമേ കേട്ടിരുന്നുള്ളൂ. സുവിശേഷത്തിൽ നിന്ന് കർത്താവിനെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞിരുന്നു. വിശുദ്ധരെ കുറിച്ച് വായിക്കാത്ത ദിവസങ്ങളില്ലായിരുന്നു, ജപമാല ചൊല്ലാത്ത ദിവസങ്ങളില്ലായിരുന്നു. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. നമ്മുടെ കുടുംബങ്ങളിലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൈവിട്ട് പോവുകയില്ല. നമുക്ക് കൃത്യമായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം. ഈ വർഷത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ 2025 ജൂബിലിയുടെ വർഷമാണ്. 2000 മഹാജൂബിലി ആയിരുന്നു. ഈ ഇടവക ജന്മം കൊണ്ടത് ഒരു ജൂബിലി വർഷത്തിലാണ്. സഭയുടെ 1950-ാം ജൂബിലി വർഷത്തിലാണ് ഈ ഇടവക ജന്മം കൊണ്ടത്. ഈ 2025 യേശുവിന്റെ ജനനത്തിന്റെ 2025-ാം വാർഷികത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ മാർപ്പാപ്പ തിരുഹൃദയ വർഷമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമ്മൾ ഓർത്തു നോക്കിയാൽ തിരുഹൃദയത്തിന്റെ ഏറ്റവും മുഖ്യ ഭാവം എന്ന് പറയുന്നത് തന്നെ ഒരു ശാന്തതയും എളിമയുമാണ്. ഈ മാതാവ് ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴും തെരഞ്ഞെടുത്ത കുട്ടികൾ വളരെ എളിയ കുട്ടികളാണ്, വിനീത ഭാവമുള്ളവരാണ്. ഇന്ന് കുഞ്ഞുങ്ങളുടെ മുഖത്തു നിന്നല്ല, അത് പമ്പ കടന്നിരിക്കുക. നമ്മുടെ പമ്പ നമ്മുടെ അടുത്താണെങ്കിലും വളരെ ദൂരത്തായിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഓർക്കുന്നത് ഈ വിശുദ്ധരുടെ ഈ കുറിച്ച് നമ്മൾ പറഞ്ഞു വരുമ്പോൾ, ജൂബിലിയെ കുറിച്ച് പറയുമ്പോഴും ഈ തിരുഹൃദയ വർഷം പ്രഖ്യാപിച്ചപ്പോൾ മാർപ്പാപ്പയുടെ മനസ്സിലുണ്ടായിരുന്നത് ശാന്തതയും എളിമയും ഉള്ളവരായി നമ്മൾ വളരണമെന്നുള്ളതാണ്. ഇപ്പൊ കേരളത്തിൽ തിരുഹൃദയ ഭക്തി പ്രചരിപ്പിച്ചത് ധന്യൻ കതിർക്കാട്ടിൽ മത്തായിച്ചൻ ഒരാളാണ്. അച്ഛൻ സ്ഥാപിച്ച സഭയാണ് തിരുഹൃദയ സന്യാസിനി സമൂഹം. ഏകലക്ഷ്മി ഉണ്ടായിരുന്നത് തിരുഹൃദയ ഭക്തി. അപ്പോൾ അച്ഛൻ പറഞ്ഞത് ഇതാണ്, ശാന്തതയും എളിമയും ഉള്ളവരാകുക. തീർച്ചയായിട്ടും ഈ ഇടവകയിൽ അതുണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ 75 വർഷം ഈ കാര്യകുളം ഇടവക പിന്നിടുമ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തമായ കരങ്ങളുണ്ട്. ഏറെ കഷ്ടപ്പെട്ടവരുണ്ട്. എനിക്ക് തോന്നുന്നു അവരുടെയൊക്കെ കഷ്ടപ്പാടിന് ചരിത്രം കേട്ടറിഞ്ഞവരെങ്കിലും തീർച്ചയായിട്ടും ഇവിടെ നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ ഉണ്ടാകും. അവരെ നമുക്ക് മറക്കാനാവില്ല.
കർമ്മവീഥികളിൽ അവർ ചൊരിഞ്ഞ കണ്ണുനീരും അവരുടെ കഷ്ടപ്പാടും വിയർപ്പിൻ്റെ മണവും രക്തത്തിൻ്റെ മണവും ഒക്കെയാണ് ഇന്ന് നമ്മൾ ധൈര്യപൂർവ്വം ഈ മണ്ണിൽ ഉറച്ചു നിൽക്കുന്നതിൻ്റെ പിന്നിലുള്ളത്. അവരെ നമുക്ക് ഹൃദയപൂർവ്വം സ്മരിക്കാം. നമ്മുടെ കവികൾ പറയാറുണ്ട്, ഭൂതകാലത്തിൽ പ്രഭാവ തന്തുക്കളാൽ ഭൂതിമത്താമൊരു ഭാവിയെ നെയ്യുക. വളരെ ഐശ്വര്യപൂർണമായ ഒരു പിന്നാമ്പുറത്ത് നിന്നുകൊണ്ടാണ് അതിലും ഐശ്വര്യപൂർണമായ ഒരു ഭാവിയെ നെയ്യ തീർക്കേണ്ടതെന്ന്. തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു അവസ്ഥയിലാണ് അവരെല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ട്, നന്ദി പറയുന്നുണ്ടെന്ന് ഉറപ്പായിട്ടും എനിക്കറിയാം. അത് നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഒരു മറ്റൊരു കാര്യം, ഈ ഇടവക ജനിച്ച വർഷം തന്നെയാണ് നിങ്ങളുടെ വികാരിയച്ഛൻ ജനിച്ചതെന്ന് തോന്നുന്നു. ഇപ്പം ഒരു പ്ലാറ്റിനം ജൂബിലിയുടെ പുണ്യവും പവിത്രതയും പരിപാവനതയും ഉള്ള അറിവും ആത്മീയതയുമുള്ള ഒരു ഇടവക ശ്രേഷ്ഠന്റെ ഭരണത്തില് നേതൃത്വത്തില് സംരക്ഷണത്തിന് കീഴിലാണ് കാരികുളം ഇടവക. ഇത് രണ്ടും കൂടി നമ്മൾ ചേർത്ത് വയ്ക്കുമ്പോൾ ഈ തിരുനാൾ ഒരു ഇരട്ടി മധുരം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ തിരുനാളിൻ്റെ അവസരത്തിൽ എല്ലാവർക്കും ഫാത്തിമ മാതാവിൻ്റെയും യേശു പിതാവിൻ്റെയും മറ്റ് രക്തസാക്ഷികളുടെയും മാധ്യസ്ഥം പ്രത്യേകം യാചിച്ചുകൊണ്ട് പ്ലാറ്റിനം ജൂബിലിയുടെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നന്ദി പറയാനായിട്ട് നമ്മുടെ ജൂബിലി കൺവീനർ വിനോദ് കൊച്ചുപുറത്തിനെ ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, കാരികുളം ഫാത്തിമ മാതാ പള്ളിയുടെ 8 ദിവസം നീണ്ടു നിന്ന പ്ലാറ്റിനം ജൂബിലിയുടെ സമാപന ദിവസമായി ഇന്ന് ഏതാണ്ട് ഒരു 1-1.5 മണിക്കൂറോടെ കഴിയുമ്പോൾ നമ്മുടെ പ്ലാറ്റിനം ജൂബിലി തീരുകയാണ്, കൊടിയിറങ്ങും. ഈ സമാപന ദിനത്തിൽ ഈ പ്രദക്ഷിണ പന്തലിൽ നല്ലൊരു സന്ദേശം നമ്മുടെ വിശ്വാസം ഉജ്ജ്വലിപ്പിക്കുന്ന വിശുദ്ധ രക്തസാക്ഷികളെക്കുറിച്ചും പരിശുദ്ധ മാതാവിനെക്കുറിച്ചും വിശുദ്ധ യോസേപ്പ് പിതാവിനെ കുറിച്ചും ഒക്കെ നല്ലൊരു സന്ദേശം നൽകിയ സിസ്റ്റർ പുഷ്പ ജോസിന് കാരികുളം ഇടവകയുടെ പേരിലുള്ള എല്ലാ നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. സിസ്റ്റർ ഇപ്പോൾ തിരുവനന്തപുരം ജ്യോതി സെൻട്രൽ സ്കൂളിലെ പ്രിൻസിപ്പളാണ്. സിസ്റ്റർ അവിടുന്ന് ദീർഘദൂരം യാത്ര ചെയ്ത് നമ്മുടെ ഈ പന്തലിലെ പ്രസംഗത്തിന് എത്തിയതാണ്. സിസ്റ്ററിന് എല്ലാവരുടെയും ഇടവക വികാരിയച്ഛൻ്റെ പേരിലും ഇടവക ജനങ്ങളുടെ പേരിലുമുള്ള കൃത്യമായ നന്ദി അറിയിക്കുന്നു. നമ്മുടെ വികാരിയച്ഛൻ ഒരു 8 ദിവസമായിട്ട് ഊണും ഉറക്കവുമില്ലാതെ ഈ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി അച്ഛന് ഈ പ്ലാറ്റിനം ജൂബിലി ഏറ്റവും വിജയമാക്കി തീർക്കുവാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. കഴിഞ്ഞ ദിവസം മീറ്റിങ്ങുകളിലൊക്കെ എല്ലാവരും അച്ഛന് നന്ദി പറഞ്ഞു. അഭിനന്ദ പിതാക്കന്മാർ 3 പിതാക്കന്മാരെ പങ്കെടുപ്പിച്ച, കർദിനാൾ ഉൾപ്പെടെ പങ്കെടുപ്പിച്ച കാരികുളം ഇടവകയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു തിരുനാളാഘോഷവും പ്ലാറ്റിനം ജൂബിലി നടത്തുകയായിരുന്നു. ബഹുമാനപ്പെട്ട വികാരിയച്ഛന് ഈ ഇടവകയുടെ പേരിലുള്ള എല്ലാ നന്ദിയും അറിയിക്കുന്നു. ഇത്ര മനോഹരമായ രീതിയിലൂടെ പന്തൽ ക്രമീകരിച്ച സെന്റ് ജോർജ് കൂട്ടായ്മയ്ക്കും ഇതിന് നേതൃത്വം നൽകിയ കൂട്ടായ്മ ഭാരവാഹികൾ, അതുപോലെ നല്ല കാപ്പിയും സംവിധാനങ്ങളും ഒക്കെ ചെയ്ത് എല്ലാവർക്കും വളരെ ക്രമീകരണം നൽകി. തിക്കും തിരക്കും ഉണ്ടാകാത്ത രീതിയിൽ ലേഡീസിന് പ്രത്യേകമായിട്ട് മാത്തുകുടിച്ചേട്ടൻ്റെ വീടിൻ്റെ സൗകര്യം ചെയ്തു കൊടുത്തു. ഇപ്പുറത്ത് നമുക്ക് ജോയ്സിൻ്റെ വീടിൻ്റെ പരിസരത്തെ സൗകര്യങ്ങളൊക്കെ ചെയ്തു. മനോഹരമായിട്ട് വളരെ നല്ല രീതിയിൽ ക്രമീകരണം ചെയ്ത സെന്റ് ജോർജ് കൂട്ടായ്മയ്ക്ക് നന്ദി പറയുന്നു. അതോടൊപ്പം ഈ പന്തലിന് വേണ്ടി ഏറ്റവും അധികം അധ്വാനിച്ചത് എനിക്ക് തോന്നുന്നു നമ്മുടെ 2 വ്യക്തിത്വങ്ങളാണ്. കൊല്ലിക്കുളവിലെ റജിയും ജിജിയുമാണ് ഇതിന് ഏറ്റവും കൂടുതൽ അധ്വാനിച്ചത്. അവരെ പ്രത്യേകമായിട്ട് കാരികുളം ഇടവക അഭിനന്ദിക്കുന്നു. ഇടവകയുടെ ഏത് പ്രോഗ്രാമിനും ഉള്ള ജോലിയും കളഞ്ഞിട്ട് അവർ വന്ന് പള്ളിയുടെ ആവശ്യങ്ങൾക്കെല്ലാം കയ്യും മെയ്യും മറന്ന് പരിശ്രമിക്കുന്നവരാണ്. ഇത്ര മനോഹരമായൊരു പന്തലുണ്ടാക്കിയതിന് ഞങ്ങൾ പ്രത്യേകമായിട്ട് ഇടവകക്കാരുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഇതുപോലെ നമ്മുടെ പള്ളി മുതൽ ഇവിടം വരെ ഈ പ്രദക്ഷിണ വഴികളിൽ വളരെ നല്ല രീതിയിൽ അലങ്കരിച്ച സെന്റ് ആന്റണി കൂട്ടായ്മ, സെന്റ് തെരേസ കൂട്ടായ്മ, സെന്റ് മാത്യൂസ് കൂട്ടായ്മ, സെന്റ് തോമസ് കൂട്ടായ്മ, സെന്റ് ജോർജ് ഉൾപ്പെടെ വളരെ ഭംഗിയായ രീതിയിൽ അലങ്കരിക്കുകയും അതുപോലെ മിക്ക വീടുകളിലും കരിമരുന്ന് കലാപ്രയോഗങ്ങൾ നടത്തുകയും ചെയ്ത് ഈ ഫാത്തിമ മാതാവിന് ജൂബിലിക്ക് ഈ 1 വർഷം നീണ്ടു നിന്ന ജൂബിലിയുടെ സമാപനത്തിന് എല്ലാവരും വളരെ ഒരുങ്ങി ആത്മാർത്ഥതയോടുകൂടി 182 കുടുംബങ്ങളുള്ള കാരികുളം ഇടവകയിൽ ഏതാണ്ട് ഒരു 10-18 ലക്ഷം രൂപയുടെ പെരുന്നാളാണ് ഈ പ്രാവശ്യം നടത്തിയത് പ്ലാറ്റിനം ജൂബിലി.
8 ലക്ഷം രൂപ നമ്മൾ പ്ലാറ്റിനം ജൂബിലി സ്മാരകം പണിതു. എങ്കിലും ഇത്രയും പണവും കണ്ടെത്തി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എല്ലാവരുടെയും പങ്കാളിത്തത്തിൽ കൂടെയാണ് ഈ പ്രാവശ്യം നമ്മുടെ തിരുനാൾ നടക്കുക. അപ്പോൾ അതെല്ലാം പള്ളിക്ക് വേണ്ട സംഭാവനകളെല്ലാം നൽകിയിട്ടും ഇത്രയും മനോഹരമായ രീതിയിൽ ഇവിടെ എല്ലാം ക്രമീകരിച്ച് അവരുടെ സ്വന്തം ചെലവിൽ വീടുകളെല്ലാം അലങ്കരിച്ച് വളരെ ഫാത്തിമ മാതാവിനെയും വിശുദ്ധന്മാരെയും എതിരേൽക്കാനായിട്ട് എല്ലാം വളരെ സാഹചര്യം ഒരുക്കി എല്ലാ കൂട്ടായ്മക്കാരെയും പ്രത്യേകിച്ച് റോഡ് സൈഡിലുള്ള ഭവന അംഗങ്ങളെയും എല്ലാം പ്രത്യേകമായിട്ട് ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ പരിശുദ്ധൻ 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 സർവ്വസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സർവ്വസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ വീഴാറിയാകൃതി നിഷ്ഠാലത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഇന്നുകൊണ്ട് നാം രാജ്യവും ശക്തിയും മഹത്വവും ഇന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ 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 സർവ്വസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സർവ്വവും ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. കർത്താവേ കനിയണമേ. മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളടിക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗ്ഗപിതാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിഹായേ ദിവ്യാനുഗ്രഹമേകണമേ. ദൈവോത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനമാം ത്രിത്വമേ ദിവ്യാനുഗ്രഹമേകണമേ. കന്യാമേരി വിമലാംബേ ദേവകുമാരനുമാരാവേ. രക്ഷകരുളിലംബികയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിരാനിർമ്മലമാതാവേ, കരയില്ലാത്തൊരു കന്യകയെ നേർവഴി കാട്ടും ദൈവശിഖേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിത്യമോന്നത കന്യകയെ വിവേകമതിയാം കന്യകയെ വിശ്രുതയാം സുരകന്യകയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശ്വാസത്തിൽ നിറകൊള്ളവേ, കാരുണ്യത്തിൽ നിലയണമേ. നീതി വിളങ്ങും ദർപ്പണമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിജ്ഞാനത്തിൽ വേദികളെ മാനവരുത്സവദായികയെ ദൈവികമാ പരിനിർസുമമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ദാവീദിൻ തിരുഗോപുരമേ, നിർമ്മലദന്ത ഗോപുരമേ, പുണ്യപ്പൂമണി മന്ദിരമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വാതായത്തിൻ പേടകമേ, സർലോകത്തിൻ ദ്വാരകമേ,
ഞങ്ങൾക്കായി രോഗമീന്നവരാരോഗ്യം പകരും കരുണാസാഗരമേ പാപിക്കവരീരാശ്രയമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി കേഴുന്നോർക്കു നിരന്തരമായി സാന്ത്വനമരുളും മാതാവേ ക്രിസ്തു ജനത്തിൻ പാലികയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി മാനവനിരയുടെ രാജ്ഞി ഭാവാന്മാരുടെ രാജ്ഞി സ്നേഹന്മാരുടെ രാജ്ഞി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി കന്യകമാരുടെ രാജ്ഞി വന്ദനനിരയുടെ രാജ്ഞി രക്താംഗികളുടെ രാജ്ഞി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി സിദ്ധന്മാരുടെ രാജ്ഞി ഭാരതസഭയുടെ രാജ്ഞി അമലോത്ഭവയും രാജ്ഞി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി ശാന്തി ജഗത്തിനു നൽകും നിത്യവിരാജിതരാജ്ഞി സ്വർഗാരൂപിതരാജ്ഞി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേ നാഥാ പ്രാർത്ഥന കേൾക്കണമേ നാഥാ പാപം പൊറുക്കണമേ ലോകത്തിൻ പാവങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേ നാഥാ പ്രാർത്ഥന കേൾക്കണമേ നാഥാ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിൻ പാവങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേ നാഥാ ഞങ്ങളിൽ കഴിയണമേ നാഥാ ഞങ്ങളിൽ കഴിയണമേ മിശിഹാ കർത്താവേ നരകുലപാലകനേ ഞങ്ങളാണ് ചിടുമേ പ്രാർത്ഥന തിരുമുൻപിൽ പരിമളമേലും ധൂപം പോൽ കൈക്കൊണ്ടരുളേണം പരിമളമേലും ധൂപം പോൽ കൈക്കൊണ്ടരുളേണം. ആത്മീയവും ശാരീരികവുമായ എല്ലാ വരങ്ങളാലും പരിശുദ്ധ കന്യകാമറിയത്തെ അലങ്കരിച്ച ദൈവമേ, ആ കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായ മാർ യൗസേപ്പിന്റെയും സകല വിശുദ്ധരുടെയും സുഹൃതങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃതങ്ങളിൽ തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായ തിരുസഭയുടെ അധിപനായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ പിതാവ് മാർ ജോസ് മെത്രാന് വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിന് കാരണഭൂതനായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ ഗീവർഗീസിന്റെയും സുഹൃത്തുക്കളെ കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുനാൾ നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നയിക്കും. പാദം ചേരുന്നു കരകാലയമേ കന്യാമേ
അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധരെ അലങ്കരിക്കുവാൻ തിരുവുള്ളമായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ ഗീവർഗീസിന്റെയും സുഹൃത്തുക്കൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുമനസ്സിനെ യോജിച്ച വിധത്തിൽ ഞങ്ങളുടെ ഉദ്ദിഷ്ടകാര്യം സാധിച്ചു തന്നുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികൾ ഞങ്ങളെ പരിശുദ്ധരാക്കുവാൻ പണ്ടു നർബോനയിൽ ജനിച്ചവനെ, പാപികൾ ഞങ്ങളെ പരിശുദ്ധരാക്കുവാൻ പണ്ടു നർബോനയിൽ ജനിച്ചവനെ, പാവങ്ങൾ ഞങ്ങൾക്കു സ്വർഗരാജ്യം തരാൻ പീഡനമേറ്റു തളർന്നവനെ, വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. അന്ധർ നയിക്കുന്ന വീതിയിൽ അഗ്നിശലാഖയായി ജ്വലിച്ചവനെ, അന്ധർ നയിക്കുന്ന വീതിയിൽ അഗ്നിശലാഖയായി ജ്വലിച്ചവനെ, രക്തത്തിൽ മുങ്ങി നിന്നൊരു വേദസാക്ഷിയായി രശ്മികിരീടമണിഞ്ഞവനെ, വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വന്നിട്ടുള്ളവര് ഇങ്ങോട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക. പ്രസിദ്ധി തിരുനാൾ എത്തിയതിനു ശേഷം ഉടനെ തന്നെ ഏതാനും മാലകളുണ്ട്. അത് നേരത്തെ അല്പസമയം പെട്ടെന്ന് ഓണറിൽ മുമ്പിൽ നേരെ നടക്കും. അതിനുശേഷമായിരിക്കും കുടിയാക്കുക. കുടിയാക്കിനെ തുടർന്ന് പാലിൻ്റെ ഫ്യൂഷൻ മേളയുണ്ട്. തുടർന്ന് ലൈവ് ഷോയും ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ പ്രമാണം നിന്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മനുഷ്യ സർവശക്തനായ ദൈവം നിന്നെയും നിന്റെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധരുടെ ശക്തിയിൽ മാധ്യസ്ഥവും നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. ബുദ്ധിശാലും സാധ്യതകൊണ്ട് ദൈവം നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം വിജയിപ്പിക്കുകയും ചെയ്യട്ടെ. സമർപ്പിച്ചുകൊണ്ട് ഈ തിരുനാൾ ആചരിക്കുവാനായിട്ട് ആത്മീയമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഒരുങ്ങി ഇവിടെ മുന്നോട്ട് നയിക്കണമേ. കൃപ കൊണ്ട് നയിക്കണമേ. പരിശുദ്ധ അമ്മേ, യോസേപ്പിതാവേ, രക്തസാക്ഷികളെ, വിശുദ്ധരെ സ്വതന്ത്രമാനായിട്ട് കടന്നു വന്നവരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവിശ്വംശാളുകളുടെയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. യാചിക്കുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട് പറയുന്നു ഈ ബാഹ്യമായിട്ട് ഈ കണക്കുകളും
winning. Can't stop winning. Can't stop winning. Going on.